ജോസഫ് ആന്റണി ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പറയുന്നത് സൊറോക്കയിലെ ആശുപത്രിയിലേക്ക് ഇറാൻ ബോംബിട്ടത് മഹാപരാധമാണ്, യുദ്ധക്കുറ്റമാണ്. ശരിയാണ്, തെറ്റാണ്. ഒരു ആശുപത്രി ലക്ഷ്യം വെക്കാൻ ഇറാൻ പറയുന്നത് ആശുപത്രി ലക്ഷ്യം വെച്ചതല്ല, ഏതോ സൈനിക ആസ്ഥാനത്തേക്ക് അടിച്ചപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടായതാണ്. ഇനി അത് തെറ്റാണ്. പക്ഷെ പറയുന്ന ആരാണ്? ഇസ്രായേലാണ് പറയുന്നത്. ഏത് ഇസ്രായേലാണ്? അവിടെ പലസ്തീനിൽ 70-ലധികം ആശുപത്രികളിൽ ബോംബിട്ട് ഈ പറയുന്ന കുഞ്ഞുങ്ങളെയും രോഗികളെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ കൂട്ടത്തോടെ കൊണ്ടുകൊടുക്കുക ഇസ്രായേൽ പറയുകയാണ് സൊറോക്കയിലെ ബോംബ് യുദ്ധക്കുറ്റമാണ്. രസമുണ്ട് കേൾക്കാൻ. ജോസഫ് ആന്റണി, ഇവിടെ ഇന്നലെ വരെ കണ്ട ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇറാനെയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അമേരിക്ക ഇടപെടാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ മിണ്ടാതിരുന്ന റഷ്യയും ചൈനയും മിണ്ടി തുടങ്ങുന്നുണ്ട്. അമേരിക്ക ഇടപെടൽ എക്സ്ട്രീമിലി ഡേഞ്ചറസ് സ്റ്റെപ്പാണെന്നും ഖാംനെയെ വധിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നും പറയുന്നുണ്ട് റഷ്യ. പുട്ടിനും ഷീ ജിൻപിങ്ങും പിന്നെ ചർച്ച നടത്തി ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്നു. ചൈന ഇറാൻ ആയുധങ്ങൾ ചോദിച്ചോ എന്ന ചോദ്യത്തിന് പുട്ടിൻ പറഞ്ഞത് ഞങ്ങളുടെ ഇറാൻ സുഹൃത്തുക്കൾ ഇതുവരെ ആയുധങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാണ്. ആ ഗ്രൂപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഈ പോക്ക് എങ്ങോട്ടുള്ള പോക്കാണ്? നമ്മൾ ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഡയമെൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ വാസ്തവത്തിൽ ഈ ഇറാനിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അത് നെതന്യാഹു തന്നെ യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഒന്ന്, ഞങ്ങൾക്ക് ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങളെ ഇല്ലാതാക്കുക, പൂർണ്ണമായും നശിപ്പിക്കുക. രണ്ടാമത്തത് ഈ റഷീം ചേഞ്ച്, ഭരണകൂടത്തെ മാറ്റുക. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ലക്ഷ്യങ്ങൾ വാസ്തവത്തിൽ പുതിയതല്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് പ്രകാരം 2000-ൽ ബുഷ് അധികാരത്തിൽ വന്നതിന് ശേഷം ബുഷിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന കൊണ്ടോലിസ റൈസ് അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതിയാണ്, പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്ന പദ്ധതിയാണ്. ആ പുതിയ പശ്ചിമേഷ്യയ്ക്ക് 2-3 പ്രധാനപ്പെട്ട അജണ്ടകളുണ്ടായിരുന്നു. ആ 2-3 പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങൾക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ ഭരണമാറ്റം നടത്തുക എന്നുള്ളതാണ്. ആ ഭരണമാറ്റം നമുക്കറിയാം, 2000-ലാണ് കോണ്ടോലീസ റൈസ് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 2003-ൽ ഇറാഖിൽ നടന്നു. അതിനുശേഷം ലിബിയയിൽ 2011-ൽ നടന്നു. 2014 സിറിയയിൽ നടന്നു. അതായത് ഈ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത അവരുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളായിരുന്നു. അവരെല്ലാം മാറ്റി ഇപ്പോൾ ഇനി ഉള്ളത്, അതായത് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കൊണ്ടോലിസ റൈസ് പറഞ്ഞ പദ്ധതിയിലെ ഒന്നാമത്തെ കാര്യമായ ഭരണമാറ്റം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് ഇനി നിലനിൽക്കുന്നത്, അവശേഷിക്കുന്നത് ഇറാനാണ്. ഇറാനെ കൂടി മാറ്റണം എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അമേരിക്കയെ സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ തലങ്ങളിലും പിന്തുണയ്ക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക എല്ലാ വർഷവും $300 മില്യൺ ആയുധ നവീകരണത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഡിസൈൻ ഇസ്രായേലിൻ്റെതാണെങ്കിൽ അതിന് $1.3 ബില്യൺ നൽകി സാമ്പത്തികമായി സഹായിച്ചത് അമേരിക്കയാണ്. അപ്പോൾ ഈ തരത്തിലെല്ലാം ഈ പദ്ധതികളെല്ലാം വാസ്തവത്തിൽ നമ്മളെല്ലാവരും പറയും അമേരിക്കയുടെ തോളിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്ന, പശ്ചിമേഷ്യയിൽ യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രോക്സിയാണ് ഇസ്രായേൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ബാക്കി രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ അതിർത്തി, അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്തൃതമായിക്കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ആശയം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഗാസ പിടിച്ചടക്കുക, ലെബനൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുക, യോർദാൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കുക, പറ്റുമെങ്കിൽ ഈജിപ്തിൻ്റെ ഭാഗങ്ങൾ പിടിച്ചടക്കുക. ഈ തരത്തിൽ ഇസ്രായേലിൻ്റെ വ്യാപ്തി വിപുലീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രദേശത്തെ ഒരു വലിയ ശക്തിയായി മാറുക എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹാഷിം സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെടേണ്ട വേറൊരു രാജ്യത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല, അത് പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു രാജ്യമാണ്. ചൈനയും റഷ്യയും ഇടപെടേണ്ട രാജ്യമാണ്. എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയും അത് ശക്തമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചൈനയ്ക്കും റഷ്യയ്ക്കും, ചൈന 2 വർഷം മുമ്പ് ഇറാനുമായി 25 വർഷത്തെ ദീർഘകാല തന്ത്രപരമായ കരാറിൽ ഒപ്പിട്ടു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമുക്കറിയാം, നമ്മൾ ചബഹർ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ചബഹർ പോർട്ടിൻ്റെ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് ചൈനയാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാമ്പത്തികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം എണ്ണ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ആ തരത്തിൽ വളരെ, അതായത് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഇറാനുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ചൈനയ്ക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്രദേശമാണ് ഇറാൻ. അവിടെ അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായി അധീശത്വം സ്ഥാപിക്കുക എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനേ ചൈനയ്ക്ക് പറ്റൂല. അതുപോലെ തന്നെ റഷ്യ എല്ലാ തരത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ആയുധം കൊടുത്തും രാഷ്ട്രീയമായും സഹായിക്കുന്ന രാജ്യമാണ്. ഇവർക്കും ഇറാൻ
ഇറാനുമായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും സ്വാഭാവികമായിട്ടും ഇറാൻ പ്രതിസന്ധിയിൽ ഏർപ്പെടുമ്പോൾ സഹായിക്കേണ്ട ബാധ്യത, ധാർമ്മികവും രാഷ്ട്രീയവും തന്ത്രപരവുമായ ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ നിയന്ത്രണത്തിലേക്ക് ഈ രാജ്യം വരുന്ന തരത്തിൽ അത് വരില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതുപോട്ടെ, വരുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് അവസരമുണ്ടാകുന്ന ഘട്ടത്തിൽ അത് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ ഒരു ഇന്ത്യയുടെ കാര്യം കൂടെ എനിക്കൊന്ന് പറഞ്ഞു പോകണം. നമുക്കറിയാം ഇന്ത്യക്ക് വളരെയധികം തന്ത്രപ്രധാനമായ പ്രദേശമാണ്. നമുക്കറിയാം പിന്നെ ഈ IMCC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് നമ്മുടെ G7 സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട കരാറാണത്. അപ്പോൾ ആ കരാറ് നമുക്ക് നടപ്പിലാകണമെങ്കിൽ ഈ പ്രദേശത്ത് സമാധാനമാണ്. അതുപോലെ തന്നെ I2U2 ഇന്ത്യ, ഇസ്രായേൽ, പിന്നെ USA, UAE എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് തന്ത്രപരമായ ഒരു കൂട്ടായ്മ. അതിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേണം. അതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, നമ്മളുടെ 90 ലക്ഷം ഇന്ത്യക്കാർ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് എന്തെങ്കിലും അസ്ഥിരതയുണ്ടായാൽ സ്വാഭാവികമായിട്ട് $40 ബില്യൺ ഓരോ വർഷവും ഈ ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തികതയിൽ പ്രതിസന്ധിയിലാവും. നമ്മുടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതിൽ ഇറക്കുമതി ചെയ്യുന്ന ഖത്തറിൽ നിന്ന് ഏതാണ്ട് 40% ഈ ഗ്യാസ് മാത്രം ഈ പിന്നെ ഹോർമുസ് കടലിടുക്ക് വഴി വരുന്നുണ്ട്, എണ്ണ അതുവഴി വരുന്നുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ വളരെ രീതിയിൽ ബാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും വളരെ വലിയ സുഹൃത്തായ ഇന്ത്യ മൗനം പാലിക്കാതെ വളരെ സജീവമായി പ്രോആക്റ്റീവായി വാസ്തവത്തിൽ, അതായത് ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്രോആക്റ്റീവായിട്ട് ഈ രണ്ട് കൂട്ടരെയും ഇടപെടാതിരിക്കാൻ കഴിയില്ല സാർ. അത് ഇറാൻ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചബഹാർ തുറമുഖമടക്കം, നമ്മുടെ സാമ്പത്തിക താല്പര്യമടക്കം, നമ്മുടെ ഏറ്റവും 5ാമത്തെ വലിയ ട്രേഡ് പാർട്ണർ ആണ് എന്നുള്ളതടക്കം, നമ്മുടെ സാധനങ്ങൾ വലിയ തോതിൽ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതടക്കം പോട്ടെ, ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ വ്യോമപാത തുറന്നു തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് കൊണ്ടുവരാൻ. അത് സ്നേഹത്തിൻ്റെ ടോക്കണാണല്ലോ. ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം.